ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു ഫുൾ ഡേ റുട്ടീനായിട്ടാണ്. രാവിലെ മുതൽ രാത്രി വരെയുള്ള വിശേഷങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല അടിപൊളി നാടൻ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടോക്കാം. അപ്പോൾ ഇതാ അന്നത്തെ ദിവസം നമസ്കാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞാനൊരു 6 മണിക്കാണ് കിച്ചണിലേക്ക് വന്ന എൻ്റെ വർക്കൗട്ടും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിന്. എന്നിട്ടൊന്ന് മുറ്റത്തേക്ക് ഇറങ്ങി അതെല്ലാം കഴിഞ്ഞ് മഴയെല്ലാം അങ്ങനെ നോക്കി നിന്ന് അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ഞാനില്ലേ ഇഡ്ഡലി മാവിന് അരച്ച് വെക്കും. ഈ ഒരു പാത്രം നിറയെ അരച്ച് വെക്കും കേട്ടോ. എന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കലാണ്. ആവശ്യത്തിന് മാത്രം കുറച്ചായിട്ട് ബൗളിലിട്ടിട്ട് എന്താ പറയുക, ഇഡ്ഡലിയാണെങ്കിൽ ഇഡ്ഡലി ഉണ്ടാക്കും, അല്ലാന്നുണ്ടെങ്കിൽ തട്ടുദോശ, ഇല്ലാന്നുണ്ടെങ്കിൽ മസാല ദോശ ആണെങ്കിൽ മസാല ദോശ അങ്ങനെ ഉണ്ടാക്കലാണ്. ഇന്ന് ഏതായാലും തട്ടുദോശ ആ ഒരു ടൈപ്പിൽ കുറച്ച് വലിയ തട്ടുദോശ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. തട്ടുദോശ എന്ന് തന്നെയാണോ പറയുന്നത് എനിക്ക് കറക്റ്റ് അറിയില്ല. ഞാനങ്ങനെയാണെന്ന് പറയൽ. അപ്പോൾ ഇത് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഞാനൊന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. ഇതിലേക്കായിട്ട് എളുപ്പത്തിൽ ചട്നി ഉണ്ടാക്കാൻ വേണ്ടിക്ക് ഞാനിതാ ഒരു മുറി തേങ്ങ, മല്ലിയില, പുതിനയില, 2 പച്ചമുളക്, ചെറിയ പീസ് ഇഞ്ചിയും തൈരും കൂടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുത്തതാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചട്നിയും കൂടി റെഡിയാവും. എനിക്കിതാ ദോശ ചുട്ടെടുക്കലാണ്. പിന്നെ മസാല ദോശേൻ്റെ എല്ലാ റെസിപ്പി വീഡിയോ ഞാൻ ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇർഫാന ഷംഷീർ മസാല ദോശ റെസിപ്പി എന്നെല്ലാം ടൈപ്പ് ചെയ്തതിനാൽ നിങ്ങൾക്ക് കിട്ടും. ഒരു വ്ളോഗിലെങ്ങാനോ അന്ന് ഞാൻ കാണിച്ചിട്ടുണ്ടായിന്. 7 ലക്ഷം ആൾക്കാരിലേക്കെങ്ങാനോ ആ ഒരു വീഡിയോ എത്തിയിട്ടുണ്ടായിന്. കാണാത്തവർ കണ്ടു നോക്കട്ടോ. ഞാനിപ്പോൾ ഇതാ ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട്.
പിന്നെ തട്ടുദോശ അധികം ആൾക്കാരും ചെറുതായിട്ടല്ലേ ചുട്ടെടുക്കുക. ഞാനിങ്ങനെ കുറച്ച് വലുതായിട്ടാണ്, എന്താ പറയുക, കുറച്ച് വലിയ രീതിയിലാണ് കേട്ടോ, കുറച്ച് വണ്ണത്തിൽ അങ്ങനെയാണ് ചുട്ടെടുക്കൽ. എന്നാലും എനിക്ക് കാണാൻ കുറച്ചുകൂടി ഭംഗിയായിട്ട് തോന്നൽ. ഇനിയിപ്പോൾ ഇതാ ഞാനില്ലേ ചായക്കുള്ള ചായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കലാണ്. പാലും വെള്ളം അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടായിന്, അതും കൂടി വെക്കലാണ്. ഇതിനിൽ ശരിക്കും പറഞ്ഞാൽ കോഫിയല്ലേ ടേസ്റ്റ്, ദോശയ്ക്കെല്ലാം കോഫി കുടിക്കാനല്ലേ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഞാൻ മറന്നുപോയിട്ട് അങ്ങനെ ചായ ആണ് ഉണ്ടാക്കിയത്. ചായയും കുഴപ്പമൊന്നുമില്ല. എന്താ പറയുക, ഇനിയിപ്പോൾ ഇതാ ഇക്കാക്കുള്ള ചായയും ദോശയും കൂടി ഞാനങ്ങനെ ഇക്കാക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ദോശേൻ്റെ റെസിപ്പി വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയും, ഞാൻ പറ്റുകയാണെങ്കിൽ എന്തായാലും ചെയ്യാം, റെസിപ്പി ആയിട്ട് തന്നെ ചെയ്യാം. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് പിന്നെ ഉൾഭാഗത്ത് എന്താ പറയുക, വീട്ടിനുള്ളിലെല്ലാം ഒന്ന് ക്ലീൻ ആക്കാനുണ്ടായിട്ടുണ്ടായിരുന്നു, അടിച്ചു വാരാനും ബെഡ്ഷീറ്റ് വിരിക്കാനും എല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് മുറ്റത്ത് ഇങ്ങനെ ഒന്ന് കുറച്ച് നേരം വന്നിട്ട് ഇങ്ങനെ നല്ല രസമല്ലേ ഇങ്ങനെ മഴയിലുണ്ടാകുമ്പോൾ നോക്കിക്കാൻ വേണ്ടിക്ക്. ഇനിയിപ്പോൾ ഇതാ ഉച്ചക്കുള്ള ചോറ് റെഡിയാക്കാൻ വന്നതാണ്. ഞാൻ ഈ വീഡിയോ എടുത്തതിൽ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ. പെരുന്നാൾ കഴിഞ്ഞാൽ കുറേ ബീഫ് കിട്ടൂലേ. അപ്പോൾ കാരണം നീ ബീഫ് വെച്ചൊക്കെയല്ല, ഉച്ചക്ക് എനിക്ക് സാമ്പാർ മതി, എന്തെങ്കിലും പച്ചക്കറി ഐറ്റംസ് മതിയെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ സാമ്പാർ ഉണ്ടാക്കാമെന്ന്. പിന്നെ മത്തിയും നെത്തളെല്ലാം നെത്തളെല്ലാം വാങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ ഞാനിതാ വേഗം തന്നെ ചോറിനുള്ള വെള്ളം, അരിയൊന്ന് കഴുകിയിട്ട് ചോറിനുള്ള വെള്ളം വെച്ച് കൊടുക്കലാണ് കേട്ടോ. ഇപ്പോൾ ചോറിനുള്ള അരിയും വെള്ളമെല്ലാം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം വെജീസിലൊന്ന് കട്ടാക്കി എടുക്കണം. ഇന്ന് സാമ്പാറും പിന്നെ എന്താ പറയുക, മത്തിയും ചെമ്മീനും പിന്നെന്താ നത്തളിയില്ലേ അതും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് ക്ലീൻ ആക്കി വെക്കലാന്ന്. എല്ലാം കൂടി ഇന്ന് വെക്കൂല, എന്നാലും മീനെല്ലാം വാങ്ങിക്കഴിഞ്ഞാലില്ലേ ഞാൻ എല്ലാം ക്ലീൻ ആക്കിയിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കും. നേരം തന്നെ ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ക്ലീൻ ആക്കാണ്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു മടിയായിരിക്കും, ഐസെല്ലാം പോയി ക്ലീൻ ആക്കാനെല്ലാം. ഇതാകുമ്പോൾ നമ്മൾ ക്ലീൻ ആക്കിയിട്ട് ഫ്രിഡ്ജിലൊരു ബോക്സിലാക്കി വെക്കുവാണെങ്കിൽ നല്ലതല്ലേ. ഇനിയിപ്പോൾ ഇതാ സാമ്പാറാണെങ്കിലേ നമ്മൾ 1 കിലോ സാമ്പാർ പീസ് വാങ്ങും, എന്നിട്ട് ആ പീസ് ഫുള്ള് സാമ്പാർ വെക്കും. എന്നിട്ടില്ലേ ആ സാമ്പാർ 2-3 ദിവസത്തു. അത് നമ്മൾ ഈ ഭാഗത്തെല്ലാം എൻ്റെ ഉമ്മ എല്ലാവരും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. എല്ലാവരും എനിക്കറിയില്ല, നിങ്ങളങ്ങനെയാണെങ്കിലും പറയണം കേട്ടോ. പിന്നെ സാമ്പാർ വെക്കുന്ന ദിവസം എന്തായാലും ഇഡ്ഡലിയോ ദോശ അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടാവുകയും ചെയ്യും. ഞാൻ ഇഡ്ഡലിൻ്റെ മാവ് ഫ്രിഡ്ജിൽ ബാക്കിയില്ലേ, രാവിലെ ഇഡ്ഡലി ചൂടാന്ന് വിചാരിച്ചിട്ടാണ് സാമ്പാർ വെക്കുമ്പം നല്ലതല്ലേ എന്ന് വിചാരിക്കും. പിന്നെ ഉച്ചയ്ക്ക് എന്തെങ്കിലും ചോറ് ഇങ്ങനെ എന്തെങ്കിലും ഫ്രൈ ആക്കും അങ്ങനെ. ഇതിപ്പോൾ ഇതാ ഞാനില്ലേ എല്ലാം കൂടിയിട്ട് കട്ടാക്കി ക്ലീൻ ആക്കി എടുക്കലാണ്. പിന്നെ സാമ്പാറിൻ്റെ റെസിപ്പി ഞാൻ ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുണ്ടായിന്. ഇത് വേറൊരു ടൈപ്പിൽ ചെയ്യുന്ന ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഞാൻ ആദ്യം തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ചെയ്യുന്ന, തേങ്ങ വറുത്തിട്ടെല്ലാം ചെയ്യുന്ന സാമ്പാർ, അങ്ങനെ ഒരുപാട് ടൈപ്പ് ചെയ്തിട്ടുണ്ടായിന്. നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. ഇതിപ്പം തേങ്ങാപ്പാലൊന്നും ഒഴിക്കാണ്ട് സിമ്പിളായിട്ട് വെക്കുന്ന ഒരു സാമ്പാറാണ് കേട്ടോ കാണിക്കുന്നത്. വെജിസെല്ലാം കട്ടാക്കിയിട്ടില്ലേ കഴുകിയിട്ട് ഞാനിതാ കുറച്ച് വിനെഗറിൽ ഒരു 5-10 മിനിറ്റ് ഇട്ട് വെക്കലാണ്. ഇതിപ്പോഴും എന്താ പറയുക, എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. വെജിസ് കട്ടാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ വെച്ച് കൊടുക്കും. അപ്പോൾ ഇതാ ചോറ് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യം കൂടിയുണ്ട്. അപ്പോൾ ഞാൻ തിളച്ച വെള്ളം തന്നെ അങ്ങനെ ഒഴിച്ചു കൊടുക്കലാണ് കേട്ടോ. പിന്നെ നമ്മളെ വീട്ടിലില്ലേ ഇങ്ങനെ ചോറ് ഭയങ്കര നിർബന്ധമൊന്നും ഇല്ലായിരിക്കും. എപ്പോഴെങ്കിലും ഒരിക്കൽ നമ്മൾ ചോറ് ഉണ്ടാക്കില്ലല്ലോ. എല്ലാ ദിവസവും ചപ്പാത്തി, ഉച്ചക്ക് ചപ്പാത്തി കുട്ടികളൊന്നും ഇല്ലല്ലോ, സ്കൂളിൽ എന്താ പറയുക, കുട്ടികൾക്ക് സ്കൂളുണ്ടാവില്ല. അപ്പോൾ ഞാനൊക്കെയും ചപ്പാത്തി അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വെജിറ്റബിൾ റൈസ് അങ്ങനെ ഞാൻ വീഡിയോയിൽ കാണിക്കല്ലേ, അങ്ങനെയാണ് ഉണ്ടാക്കൽ. ചോറ് ഉണ്ടാക്കുന്ന ദിവസം എന്തായാലും എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണമെന്ന് വിചാരിക്കും. അപ്പോൾ ചോറിന് ചിന്തിക്കുമ്പോൾ തന്നെ സാമ്പാർ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കല്. സാമ്പാറിൻ്റെ കൂടെ ഫ്രൈ ആയിട്ട് എന്തെങ്കിലും വാങ്ങും. ഇന്നിപ്പില്ലേ എന്താ പറയുക, ഞാൻ വിളിച്ച് ചോദിച്ചു തരാം, നല്ല എണ്ണറുള്ള മത്തി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിന്. നമ്മൾ മത്തിൻ്റെ മുട്ട എന്നാന്ന് പറയൽ, അവർ എണ്ണറെന്നാന്ന് പറയൽ. അങ്ങനെ എന്താ പറയുക, നല്ല മുട്ടയുള്ള മത്തിയും പിന്നെ നത്തളില്ലേ, നത്തളും ചെമ്മീനും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒരുമിച്ചിട്ട് അങ്ങനെ കട്ടാക്കിയിട്ട് ക്ലീൻ ആക്കി വെക്കലാണ്. ഞാനിങ്ങനെ മീൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരുമിച്ചിട്ട് അങ്ങനെ ക്ലീൻ ആക്കി വെക്കും. നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ മടി പിടിക്കും. ഇപ്പം തന്നെ ഇല്ലേ ഫ്രിഡ്ജിൽ പെരുന്നാളുടെ ടൈമും ബീഫ് കിട്ടൂലേ, അപ്പോൾ കുറേ ബീഫ് അങ്ങനെ തന്നെ
മക്കൾ വാങ്ങുന്നതുണ്ടാവും, ഒക്കെ വാങ്ങുന്നതുണ്ടാവും ബെല്ലടിക്കുമ്പം. അപ്പോൾ അങ്ങനെ കൊണ്ടേക്കും ഫ്രിഡ്ജിൽ. ഞാൻ പറയും പാത്രത്തിൽ കൊണ്ടേക്കണം. അപ്പോൾ അതെല്ലാം തന്നെ എന്താ പറയുക, ഒന്ന് സെറ്റാക്കാണ്ട് വെച്ചുകൊണ്ട് തന്നെ അത് കുറേ പണിയുണ്ട് ഫ്രിഡ്ജിൽ. അപ്പോൾ ഇപ്പം മീനും കൂടി അങ്ങനെ വെക്കാൻ കഴിയില്ലാന്ന് വിചാരിച്ചിട്ട് മീനെല്ലാം കട്ടാക്കി ക്ലീൻ ആക്കിയിട്ട് ബോക്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പകുതി പണി ചുരുങ്ങും. ഇന്ന് കുറച്ച് പണിയെടുത്താലും ഒരാഴ്ചത്തേക്ക് പണി കുറയും. ഞാനങ്ങനെയാണ് കേട്ടോ ചെയ്യൽ. പിന്നെ സത്യം പറഞ്ഞാൽ ഞാനൊക്കെയും മീൻ കൂട്ടുന്നതുകൊണ്ട് തന്നെ ഇത്ര മീൻ നമ്മളെ വീട്ടിൽ വേണ്ട. പക്ഷേ മുട്ടയില്ല മത്തിയാന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ 1 കിലോനെ എടുക്കാൻ പറഞ്ഞ കാര്യം. 1 കിലോ മത്തി മുറിച്ചാൽ അത്യാവശ്യത്തിന് മുട്ട കിട്ടും. അപ്പോൾ അങ്ങനെ വാങ്ങിയതാണ്. അതുപോലെ തന്നെ ഈ ഒരു നത്തളം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനിയിപ്പം ഞാൻ നിങ്ങളോടൊരു കാര്യം കൂടി പറയാം. ഇനിയിപ്പം സ്കൂളെല്ലാം തുറന്നില്ലേ, നല്ലൊരു ട്യൂഷൻ നമ്മൾ മക്കൾക്ക് കൊടുത്താൽ അവർക്ക് നന്നായിട്ട് പഠിക്കാൻ കഴിയും. നമ്മുടെ മക്കളെ പഠനത്തിനെ പറ്റിയിട്ട് നമുക്ക് എപ്പോഴും ടെൻഷനാണ്. അവരെ പഠിപ്പിക്കാൻ സമയം കിട്ടുന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ അവരെ പഠിപ്പിക്കാൻ നമുക്കറിയില്ല. ചില കുട്ടികൾക്ക് എത്ര പഠിപ്പിച്ചാലും തലയിൽ കയറുന്നില്ല. ചില കുട്ടികളാണെങ്കിലോ പഠിച്ചിട്ടുണ്ടാവും, പക്ഷേ ഒന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല. ചിലർക്ക് എത്ര പഠിച്ചാലും പരീക്ഷയിൽ സ്കോറും ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ ടെൻഷൻ അടിക്കുന്ന പാരൻസ് ആണെങ്കിലേ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഷെയർ ആക്കി തരാം. ഇവർക്കെല്ലാം പറ്റിയ നല്ലൊരു ട്യൂഷൻ പ്ലാറ്റ്ഫോമാണ് കേട്ടോ ഈസി ട്യൂഷൻ മാസ്റ്റർ. ഇത് നല്ല യൂസ്ഫുള്ളാണ്. എല്ലാ ദിവസവും ടീച്ചർ ലൈവായിട്ട് കുട്ടികൾക്ക് ക്ലാസ് എടുത്ത് കൊടുക്കും. എല്ലാ സബ്ജക്റ്റും നല്ലപോലെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. കുട്ടികൾ സേഫാണ്, നമ്മൾ ഹാപ്പിയാണ്. കേരള സിലബസ്, CBSE 5th മുതൽ +2 വരെയുള്ള കുട്ടികൾക്കാണ് കേട്ടോ ട്യൂഷൻ ക്ലാസ്സുകൾ കൊടുക്കുന്നത്. നമ്മുടെ മക്കൾക്കില്ലേ നല്ല വിദ്യാഭ്യാസം കൊടുക്കാണ്ട് ഇന്നത്തെ കാലത്ത് മറ്റെന്ത് കൊടുത്തിട്ടും വലിയ കാര്യമൊന്നുമില്ല. ചിലപ്പോൾ ഇങ്ങനത്തെ ട്യൂഷനെല്ലാം വരും, നല്ല ഫീസ് ഉണ്ടെന്നെല്ലാം വിചാരിച്ചിട്ട് നമ്മളത് ഒഴിവാക്കലല്ലേ. എന്നാൽ ഇപ്പോൾ അഡ്മിഷൻ എടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഇല്ലേ 50% കൂടുതൽ ഫീ ഇളവ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഇപ്പോൾ തന്നെ ഈ ട്യൂഷന് 1 വർഷം പഠിക്കാൻ സാധിക്കുകയും ചെയ്യും. അതുമാത്രമല്ല, ഇപ്പോൾ അഡ്മിഷൻ എടുക്കുന്ന എല്ലാ കുട്ടികൾക്കും 2500 രൂപ വിലയുള്ള സ്പെഷ്യൽ മാത്സ് ഇംപ്രൂവ്മെൻറ്റ് ക്ലാസ് സൗജന്യമായിട്ട് ലഭിക്കുകയും. ക്ലാസ്സിലൂടെ മാത്സ് വളരെ ഈസി ആയിട്ട് പഠിക്കാനും കഴിയും. കുട്ടികളുടെ മാത്സ് പഠന നിലവാരം ഉയർത്താൻ വേണ്ടിയിട്ട് പ്രത്യേകം ഡിസൈൻ ചെയ്തെടുത്തൊരു ക്ലാസ്സാണ് കേട്ടോ ഇത്. 5th മുതൽ +2 വരെയുള്ള CBSE കേരള സിലബസ് കുട്ടികൾക്ക് കുറഞ്ഞ ഫീസിൽ മികച്ച ട്യൂഷൻ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ എന്തായാലും ചെക്ക് ചെയ്തു. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതാ ഞാൻ മീനെല്ലാം ഒന്ന് കട്ടാക്കി എടുക്കലാണ്. ആദ്യം ചെമ്മീനെല്ലാം ഒന്ന് തൊലിച്ച് വെച്ചിട്ടുണ്ട്, അത് ബോക്സിലാക്കി വെക്കും. ഇനിയിപ്പോൾ ഇതാ മത്തി ക്ലീൻ ആക്കി എടുക്കലാണ്. പിന്നെ എനിക്കൊരു കമൻറ്റ് കണ്ടിട്ടുണ്ട്, അതിന് മോളെ മത്തി കട്ട് ചെയ്യുമ്പം ആദ്യം വാലല്ല തലയാന്ന് കട്ട് ചെയ്യേണ്ടി മീൻ കട്ട് ചെയ്യുമ്പം. സത്യം പറഞ്ഞാൽ എനിക്ക് മറന്നുപോയി, ഞാനിങ്ങനെ ശീലിച്ചു പോയി. അതുകൊണ്ടാണ് സോറി. ഞാൻ അധികം ശ്രമിക്കലുണ്ട്, പിന്നെ ഓർമ്മ വരും. കുറേ കട്ട് ചെയ്ത് കഴിഞ്ഞാലായിരിക്കും പിന്നെ ഓർമ്മ വരുത്ത്. പിന്നെ ഞാൻ അങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതെല്ലാം കട്ടാക്കിയിട്ട് ക്ലീൻ ആക്കി എടുക്കണം. ഇനിയിപ്പോൾ ഇതെല്ലാം വേസ്റ്റെല്ലാം ഒന്ന് കളഞ്ഞ് ഇവിടെ എല്ലാം കൗണ്ടർ ടോപ്പെല്ലാം തുടക്കണം. അതിൻ്റെ ഇടയിൽ എന്താ പറയുക, മൻഹാനക്ക് ഈ ഒരു വെജീസ് എല്ലാം കട്ടാക്കി തന്നിട്ടുണ്ടായിന് കേട്ടോ. ഇനിയിപ്പം കഴുകിയ മീനെല്ലാം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിലാണെങ്കിൽ ഇല്ലേ വലിയപെരുന്നാൾ അതിനോണ്ട് തന്നെ മൊത്തത്തിൽ ബീഫായിരിക്കും. അപ്പം കുട്ടികൾക്കെല്ലാം അങ്ങനെ വാങ്ങി വെക്കുമ്പം ബെല്ലടിക്കുമ്പോൾ അങ്ങനെ വാങ്ങി വെക്കുന്നില്ല. ഞാൻ പാത്രത്തിൽ വെക്കണമെന്നും അറിയില്ല, എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ മൊത്തത്തിൽ ബ്ലഡ് ആവില്ലേ. അങ്ങനെ ഇനി ഇതെല്ലാം ഒന്ന് സെറ്റാക്കി വെക്കണം. കുറേയെല്ലാം ഞാനങ്ങനെ കൊടുത്തിട്ടുണ്ടായിന്. കുറേ കിട്ടും പെരുന്നാളാകുമ്പം ബീഫ്. നമ്മൾ 4 ആളല്ലേ ഉള്ളൂ. അപ്പോൾ ഒരേ ബീഫ് ഞാൻ തന്നെ കഴിക്കേണ്ടി വരും. പാത്രത്തിൽ കറി എന്താ പറയുക, ബീഫ് മാത്രം ബാക്കിയായിരിക്കും, കറി എല്ലാവരും തീർക്കും അങ്ങനെ. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ കൊടുക്കലാന്ന്. കാര്യം എന്താ പറയുക, നമ്മളെല്ലാ ഫാമിലിയിൽ എല്ലാവരും അറക്കും, ബലിപെരുന്നാളിനെ അറക്കും. അതുപോലെ തന്നെ എനിക്കും പള്ളിയിൽ അറക്കാൻ പൈസ കൊടുത്തിട്ട് അങ്ങനെ അറക്കും, അവിടെ നിന്നും കൊണ്ടുവരില്ലേ. അങ്ങനെ കുറേ കിട്ടും. അങ്ങനെ പിന്നെ ഞാൻ റെസിപ്പിയെല്ലാം ആക്കാമെന്ന് വെച്ചിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ 2 കെട്ട് അങ്ങനെ ഷോപ്പിലെല്ലാം കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇപ്പം നിങ്ങളെ വീട്ടിലെ ബീഫെല്ലാം തീർന്നു എന്താ അവസ്ഥ എന്നെല്ലാം കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ ബീഫ് മന്തിൻ്റെ റെസിപ്പി ചെയ്തിട്ടില്ല. ഒരുപാട് പേര് പിറ്റേ ദിവസം തന്നെ ഉണ്ടാക്കിയിട്ട് കുറേ കമൻറ്റ് കണ്ടിട്ടുണ്ടായിന്. താങ്ക് യു സോ മച്ച്. പിന്നെ നിങ്ങളെ കമൻറ്റ് കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ ഇനിയിപ്പോൾ ആ സാമ്പാറിലേക്കുള്ള കടുക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, കടുക്, ഉലുവ, പിന്നെ വെളുത്തുള്ളി, ചെറിയുള്ളി, ഒരു വലിയുള്ളി ചെറുതായിട്ട് കട്ടാക്കിയത്, വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കലാണ്. കടുക് പൊട്ടിക്കുന്നതാണ്. ഞാൻ സാമ്പാറിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ എന്താ പറയുക, സാമ്പാറിൻ്റെ ഒരുപാട് റെസിപ്പി ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു സാമ്പാർ.
ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് കറിവേപ്പിലയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ തന്നെ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും കൂടി ചേർക്കുക. എന്നിട്ട് ഇതിൻ്റെ എല്ലാം റോ സ്മെല്ല് മാറുന്നത് വരെ നല്ലോണം വഴറ്റിയെടുക്കുക. ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ റോ സ്മെല്ലെല്ലാം മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുക്കുക. എന്നിട്ട് അതിലെ പുളിവെള്ളയിലെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാം മിക്സ് ആക്കിയിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കട്ടാക്കി വെച്ച ഒരു തക്കാളി, പിന്നെ വെണ്ടയ്ക്കയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കാം. ഞാനിപ്പം സാമ്പാർ പീസ് മിക്സഡ് ആയിട്ടാണ് കേട്ടോ വാങ്ങൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സെപ്പറേറ്റ് എടുക്കലല്ല, അങ്ങനെ വാങ്ങലാണ്. ഇപ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ പീസ് വെല്ലത്തിൻ്റെ പീസും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് തീ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോഴേക്കും ഏകദേശം നമ്മുടെ മസാല റെഡിയാവും. ഇതാ ഈ ഒരു പരുവത്തിൽ തീ ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ ഞാൻ മീനൊന്ന് ഫ്രൈ ആക്കാൻ ഇട്ട് കൊടുക്കലാണ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നത്തളും പിന്നെ മീൻ്റെ മുട്ടയാണ് ഫ്രൈ ആക്കുന്നത്. കുറച്ച് മത്തിയും കൂടി ഫ്രൈ ആക്കുന്നുണ്ട്. മത്തിക്കറി ഉണ്ടാക്കാമെന്നെല്ലാം വിചാരിച്ചിട്ടുണ്ടായിന്, പിന്നെ വിചാരിച്ചു വേണ്ടാന്ന്. മത്തിയെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ഫ്രഷ് ആയിട്ട് കറി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് അല്ലേ, പിറ്റേ ദിവസം കഴിക്കാനും നല്ല ടേസ്റ്റ് അല്ലേ. അങ്ങനെ ഇനിയിപ്പോൾ ഞാൻ കുറച്ച് നത്തൾ മാത്രമേ ഒന്ന് ഫ്രൈ ആക്കുന്നുള്ളൂ. ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കലാണ്. ഇങ്ങനെ മീനും കട്ടാക്കിയതും ഇങ്ങനെ മുളക് വരട്ടിയതെല്ലാം ഫ്രിഡ്ജിലുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് എന്താ ഉണ്ടാക്കാമെന്ന് ചിന്തിക്കുമ്പോൾ ഭയങ്കര ആശ്വാസമായിരിക്കും. ഇതിപ്പോൾ ഇന്ന് സാമ്പാർ ഉണ്ടാക്കിയോണ്ടില്ലേ, എനിക്ക് നാളെയും ഈ സാമ്പാർ എത്തും. അതുപോലെ തന്നെ മീൻ്റെ ഫ്രൈ ഇതെല്ലാം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം തന്നെ ഫ്രൈ ആക്കി മതി. അപ്പോൾ നാളത്തെ പണി ഏകദേശം ആശ്വാസമാണ്. കാരണം രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കുക, ഉച്ചയ്ക്ക് ചോറ് മാത്രമല്ലേ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ അപ്പം ബാക്കിയുള്ള മീനെല്ലാം ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കും, നാളെ ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇനിയിപ്പോൾ ഇതിലെ കുക്കർ ഇത്ര നേരമായിട്ടും വിസിൽ ചെയ്തിട്ടില്ല. എന്തോ ബെൽറ്റിന് കംപ്ലൈൻറ്റ് എങ്ങാനും ഉണ്ട്. ഞാനങ്ങനെ നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് വീണ്ടും അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്രൈയിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ മുളക് പൊടിയും കുറച്ച് വിനെഗറും ഉപ്പും മാത്രമേ ചേർത്ത് കൊടുക്കൂ. മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഒന്നും ചേർത്ത് കൊടുക്കൂല കേട്ടോ. ഇങ്ങനെ ഫ്രൈ ആക്കാത്തവരാണെങ്കിൽ ആക്കി നോക്ക്, അടിപൊളി ടേസ്റ്റാണ്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിനാലേ മീനിൻ്റെ ടേസ്റ്റേ പോവും. ചെയ്യാത്തവർ ചെയ്ത് നോക്കുക കേട്ടോ, എന്നിട്ട് കമൻറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ ഞാനങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്യാണ്ട് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുമ്പം എനിക്ക് ഭയങ്കര സന്തോഷം വന്നു നിങ്ങളെ വാക്കുകൾ കേൾക്കുമ്പം. അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ പപ്പടും കൂടി ഫ്രൈ ആക്കുന്നുണ്ട്. സാമ്പാർ ഇതുവരെ റെഡി ആയിട്ടില്ല, കുക്കർ ഇതുവരെ വിസിൽ ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ബാക്കി പണികളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. പപ്പടം ഫ്രൈ ആക്കിയ ശേഷം ഞാൻ കൊണ്ടാട്ടം മുളകില്ലേ അതും കൂടി ഫ്രൈ ആക്കുന്നുണ്ട്. സാമ്പാർ ഉണ്ടെങ്കിൽ കൊണ്ടാട്ടം മുളക് ഫ്രൈ ആക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കൊണ്ടാട്ടം മുളക്. ഇത് എന്താ പറയുക, 2-3 എണ്ണ എനിക്ക് ഇഷ്ടമൊന്നും, ഇക്കാക്കൊന്നും ഇഷ്ടമൊന്നുമല്ല. എനിക്കും എൻ്റെ മൈസാക്കും ഇഷ്ടമൊന്നും, മൂത്ത മൂക്കും ഭയങ്കര ഇഷ്ടമൊന്നും ഇത് കഴിക്കാൻ വേണ്ടിക്ക്. ഇനിയിപ്പോൾ അതും കൂടി ഫ്രൈ ആക്കിയിട്ട് അപ്പോഴേക്കും നമ്മുടെ സാമ്പാറിൻ്റെ പരിപ്പ് വെന്ത് ഞാൻ അതിലേക്ക് വെജീസ് എല്ലാം ചേർത്ത് കൊടുത്ത് അതും വെന്ത് വന്നിട്ടുണ്ടായിന് കേട്ടോ. ഇനിയിപ്പം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു തക്കാളിൻ്റെ മിക്സില്ലേ അതാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വെജീസ് എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിന്. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒരു വിസിൽ വരെ വേവിച്ചിട്ടുണ്ടായിന്. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു മുളകിൻ്റെ മിക്സിയില്ലേ അത് ചേർത്ത് കൊടുക്കലാണ്. എന്നിട്ട് ആ ഒരു പാന് കഴുകിയിട്ട് ആ ഒരു വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ റെഡിയാവും കേട്ടോ. ഇതിലേക്കില്ലേ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക, പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി കഴിഞ്ഞാൽ സാമ്പാർ റെഡിയായി. എന്താ പറയുക, തേങ്ങാപ്പാലൊന്നും ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ച് സാമ്പാർ വേറെ തന്നെ ടേസ്റ്റ് അല്ലേ. അതിൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് അത്രയൊന്നും ടേസ്റ്റ് ഒന്നുമില്ല. ഇത് ഒരു സാധാ സിമ്പിൾ സാമ്പാർ തന്നെയാണ്. എന്താ പറയുക, ഭയങ്കര ടേസ്റ്റ് ഇതൊന്നും ഞാൻ പറയൂല. പിന്നെ ഞാൻ എന്താ പറയുക, ബീട്രൂട്ട് ചമ്മന്തി റെഡിയാക്കി എടുക്കലാണ്. ബീട്രൂട്ട് ചമ്മന്തിയിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്ന തന്നെയല്ല, അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചില്ല. കടുക് പൊട്ടിക്കുക, വറ്റൽമുളക്, കറിവേപ്പില, പിന്നെ ബീട്രൂട്ട്, കുറച്ച് വെളുത്തുള്ളിയും ചെറിയ പീസ് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, കുറച്ച് പുളി എല്ലാം കൂടി ചേർത്തിട്ട് തേങ്ങയും കൂടി ചേർത്തിട്ട് മിക്സിയുടെ ജാറിൽ അരച്ചിട്ട്, ചെറിയ ജാറുണ്ടാവില്ലേ അതിലൊന്ന് ചതച്ചെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. റോസ് സ്മെല്ല് മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ഫുഡ് ഐറ്റംസ് എല്ലാം റെഡിയാവും. ഇനിയിപ്പോൾ ക്ലീനിങ് ആണ്. ഞാൻ ആദ്യം അടുപ്പിൽ നിന്നാണ് കേട്ടോ തുടങ്ങൽ. അടുപ്പ് തുടച്ച് കഴിഞ്ഞാലേ ഒരു നല്ലൊരു ആശ്വാസമായിരിക്കും. പിന്നെ ഞാൻ എന്താ പറയുക, പിന്നെ ഒരു കൗണ്ടർ ടോപ്പും കാര്യങ്ങളും തുടച്ച് പിന്നെ പാത്രങ്ങളാണ് കഴുകൽ. ഇങ്ങനെ ഓർഡറിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പണി വേഗം തീരുന്ന പോലെയാണ് എനിക്ക് ഫീൽ ആകല്. രാവിലെ തന്നെ എല്ലാ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ കുട്ടികളുണ്ടാകുന്ന സമയത്ത് തലേദിവസം തന്നെ, ഇപ്പം ശനിയാഴ്ച ആണെങ്കിൽ ഞായറാഴ്ച ലീവ് ആയിരിക്കൂലേ, ഞാൻ ശനിയാഴ്ച തന്നെ തുടക്കലും കാര്യങ്ങളെല്ലാം ഏകദേശം കഴിക്കാൻ ശ്രദ്ധിക്കലുണ്ട്.
കാര്യം ഞായറാഴ്ചയിൽ അമ്മ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്നെല്ലാം ചിന്തിച്ചിട്ട് നമ്മൾ തുടക്കലും അടിക്കലെല്ലാം ആകുമ്പം ആ ഒരു നമ്മളെ മൈൻഡ് അതിലേക്ക് പോയില്ലേ അങ്ങനെ. അപ്പോൾ ഓരോട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാമെന്നെല്ലാം വിചാരിച്ചിട്ട് ഞായറാഴ്ച അങ്ങനെ കാര്യമായിട്ട് ഞായറാഴ്ച ഉണ്ടാവും. അപ്പം എന്താ പറയുക, ഞാനിങ്ങനെ തുടക്കാനും അടിക്കാനും അന്നത്തെ ദിവസം ചെയ്യൂല. ശനിയാഴ്ച വൈകുന്നേരം ആണെങ്കിൽ വൈകുന്നേരം എല്ലാം ക്ലീൻ ആക്കിയിടും. എനിക്കിങ്ങനെ തോന്നുന്ന ടൈം ഇന്ന ടൈം തന്നെ രാവിലെ തന്നെ ക്ലീൻ ആക്കണമെന്നൊന്നും ഇല്ല. എനിക്കിങ്ങനെ ക്ലീൻ ആക്കാൻ തോന്നില്ല, നമുക്കൊരു മൂഡ് വരില്ലേ, അങ്ങനെയൊന്ന് ഞാൻ ക്ലീൻ ആക്കൽ. അതുപോലെ തന്നെയാണ് ഓരോ ഭാഗങ്ങൾ, വീടിൻ്റെ കിച്ചണിൻ്റെ ഓരോരോ ഭാഗങ്ങൾ. ഇപ്പം ഞാൻ ഫുഡെല്ലാം ഉണ്ടാക്കി കുളിച്ച് ഫ്രഷായി വൈകുന്നേരം എനിക്കൊന്നും പണിയില്ല എന്ന് തോന്നുമ്പം ഏതെങ്കിലും കബോർഡ് ഒരുക്കാനുണ്ടെങ്കിൽ ആ കബോർഡ് ഒരുക്കും. പിന്നെ ചെടികൾക്ക് എന്തെങ്കിലും പണികളുണ്ടെങ്കിൽ ആ ചെടീൻ്റെ പണികൾ അങ്ങനെ നോക്കും. അപ്പം ഞാനെല്ലാം അങ്ങനെ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത് എന്തിട്ടാണെന്നറിയോ, വീഡിയോ മൊത്തത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ലൈഫില്ലാത്ത പോലെ ഫീൽ ചെയ്യും. ഞാനൊരിക്കൽ ചിന്തിക്കും, ഞാനൊരു ദിവസം എടുക്കുന്ന ഈ പണികളും കാര്യങ്ങളും മൊത്തത്തിൽ വീഡിയോ ചെയ്ത് എന്തായിരിക്കും അവസ്ഥ. ആ സംഭവം രാവിലെ മുതൽ ഈ നിങ്ങൾ കാണുന്ന ഈ സ്ക്രീനിൽ കാണുന്ന ഒരു 30 മിനിറ്റില്ല പണികളൊന്നും അല്ല കേട്ടോ നമ്മളെ ലൈഫിലുണ്ടാവൽ. രാവിലെ ഈ ചോറും കറിയെല്ലാം ആക്കി അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വീട്ടിലെ ഓരോരോ ഭാഗങ്ങൾ ക്ലീൻ ചെയ്യൂലേ നമ്മൾ. പ്രത്യേകിച്ച് വൈറ്റ് കളർ വീടെല്ലാം ആകുമ്പം ഓരോരോ ഭാഗങ്ങളും ഈ ഒരു പ്രാണി ഉറുമ്പ് ആ ചിറക്കല്ലുള്ള ഒരു ഉറുമ്പെല്ലാം മഴക്കാലമാകുമ്പോൾ നല്ലോണം പ്രയാസവും. അതെല്ലാം രാവിലെ ഇങ്ങനെ പുറത്തെല്ലാം ഇഷ്ടം പോലെ ഉണ്ടാവും, കോട്ടയാടിൽ കുറേ ഉണ്ടാവും, അതെല്ലാം കഴുകൂ, അങ്ങനെ കുറേ പണി ഉണ്ടാവും കേട്ടോ. ഞാനതൊന്നും വീഡിയോയിൽ കാണിക്കാത്തതാണ്. പിന്നെ വൈറ്റ് ചട്ടിയല്ലിൽ ചളി പിടിക്കും മഴക്കാലത്ത്, കോട്ടയാട് അധികം മോശമായിട്ടുണ്ടാവും. അപ്പോൾ അതെല്ലാം ദിവസം കഴുകലും പിന്നെ പുറത്തത്തെ സ്റ്റെപ്പും കാര്യങ്ങളും കഴുകൽ, അടിച്ചു വാരൽ, മുറ്റടിച്ചു വാരൽ, ആ കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഞാൻ പിന്നെ എപ്പോഴും ഇങ്ങനെ നീറ്റായിട്ടൊന്നും ഉണ്ടാവില്ല മുറ്റ. ഡെയിലി മഴയായതുകൊണ്ട് നല്ലോണം മോശമാവും. പിന്നെ അതെല്ലാം വീഡിയോ എടുക്കുമ്പം നമ്മളൊന്നാമതില്ലേ അങ്ങനത്തെ പണിയെടുക്കുമ്പം നല്ലൊരു എന്താ പറയുക, പെട്ടെന്ന് തീരണമെന്നുള്ളൊരു ഇല്ലല്ലോ എടുക്കാം. അപ്പോൾ അത് വീഡിയോയിൽ എടുക്കുമ്പം മൂടുണ്ടാവില്ല. ഇങ്ങനത്തെ പണികളെല്ലാം ആകുമ്പം ഇടയിൽ ഇങ്ങനെ വീഡിയോയിൽ എടുക്കുമ്പോൾ ഒരു രസമാണ് അങ്ങനെ. പിന്നെ നിങ്ങൾക്ക് ഡേ ഇൻ മൈ ലൈഫാണ് കൂടുതൽ കാണാൻ ഇഷ്ടമെന്ന് പറയുമ്പം അങ്ങനത്തെ എടുക്കുന്നതാണ്. എനിക്ക് കൂടുതൽ റെസിപ്പി വീഡിയോ ചെയ്യാനാണ് കേട്ടോ ഇഷ്ടം. ഇതാ ഈ ഒരു കൗണ്ടർ ടോപ്പെല്ലാം ഡെയിലി ഇങ്ങനെ തന്നെ തുടക്കേണ്ടി വരും. ഇപ്പം മഴയായതുകൊണ്ട് ഒരു ചെറിയൊരു പ്രാണികളുണ്ടാവില്ലേ, അത് ഉറുമ്പ് എല്ലാം ഉണ്ടാവും നമ്മൾ ശ്രദ്ധിക്കാത്തത്. പിന്നെ ഈ വുഡൻ കട്ടിംഗ് ബോർഡും കാര്യങ്ങളില്ല. എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇർഫാനൻ്റെ കട്ടിംഗ് ബോർഡൊന്നും കറുപ്പടിക്കലില്ലേ, എന്താ പറയുക പുപ്പല് കെട്ടലില്ലേ എന്നെല്ലാം ചോദിക്കലുണ്ട്. അപ്പം എൻ്റെതെല്ലാം ആവലുണ്ട് കേട്ടോ. ഞാൻ ഇടയിലൊന്ന് ക്ലീൻ ആക്കുന്നതുകൊണ്ടാണ് ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിക്ക് എടുത്ത വീഡിയോ ആണ്. ഇതുണ്ടില്ലേ, ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാവും. അന്നേരം ഞാൻ ഒരാഴ്ച 2 ആഴ്ച കഴിയുമ്പം തന്നെ ഇതുപോലെ തന്നെ ആവും. എന്നിട്ട് ഇത് നല്ലോണം ഞാൻ സർഫോ എന്താ പറയുക പ്രില്ലിടൂലേ, സ്പോഞ്ച് ഇട്ടിട്ട് നല്ലോണം ഉരച്ച് കഴുകലാണ് കേട്ടോ. ഇങ്ങനെ കഴുകിക്കഴിഞ്ഞാൽ ആ ഒരു കറുപ്പും കാര്യങ്ങളെല്ലാം പോകും. പിന്നെ നല്ല കറുപ്പിടിച്ചതാണെങ്കിൽ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉണ്ടാവില്ലേ, അത് വെച്ചിട്ട് നല്ലോണം പ്രസ് ചെയ്തിട്ട് ഉരച്ച് കൊടുക്കും. അന്നേരം പെട്ടെന്ന് തന്നെ പോകും കേട്ടോ. അപ്പം ചോദിച്ചവരുടെ ഡൗട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്നോട് അധികം കമൻറ്റിൽ ഞാനതിന് ഇതുവരെ റീപ്ലൈ കൊടുത്തിട്ടില്ല. 1 മാസം 2 മാസം ആയിട്ടുണ്ടാവും. സോറി കേട്ടോ. നമ്മളിങ്ങനെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഓർമ്മ ഉണ്ടാവില്ല ഓരോ കാര്യങ്ങൾ. പിന്നെ ഓർമ്മയുള്ളത് മാത്രം അങ്ങനെ റീപ്ലൈ തരുന്നതാണ് അങ്ങനെ. ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് ക്ലീനാക്കി കൗണ്ടർ ടോപ്പെല്ലാം ക്ലീനാക്കി പാത്രങ്ങളെല്ലാം കഴുകി എന്താ പറയുക കഴുകിയെടുക്കലാണ്.
ഇനിയിപ്പോൾ ഇതാ കിച്ചൺ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് മൊത്തത്തിൽ ക്ലീൻ ആയിട്ടുണ്ട്. ഇങ്ങനെ ക്ലീൻ ആക്കിയാലൊരു സമാധാനം, പ്രത്യേകിച്ച് എന്താ പറയുക, ഇങ്ങനെ ഒരുപാട് കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ കിച്ചൺ മൊത്തത്തിൽ മോശമാവും. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ സെൻട്രാളും കിച്ചണും മാത്രം ഒന്ന് തുടച്ചെടുക്കും. ഇനിയിപ്പോൾ ഇതാ എല്ലാവരും കൂടിയിട്ട് ഫുഡ് വയ്ക്കലാണ്. നല്ല അടിപൊളി മീൻ ഫ്രൈയും സാമ്പാറും പിന്നെന്താ ബീട്രൂട്ട് ചമ്മന്തി, പപ്പടം, പിന്നെ കൊണ്ടാട്ടമുളക് എല്ലാം കൂടി ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ്. ഇതെല്ലാം കഴിഞ്ഞാലും അതിൻ്റെ പത്രങ്ങളെല്ലാം ഉണ്ടാവില്ലേ, അതെല്ലാം കഴുകി എന്താ പറയുക എല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം എഡിറ്റിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. മെസ്സേജ് എല്ലാം നോക്കിയിട്ട് അങ്ങനെ ഇരിക്കും. അതെല്ലാം കഴിഞ്ഞിപ്പോൾ ഇതാ മഗ്രിബിൻ്റെ ടൈമായി, മോന് കളിക്കുന്നുണ്ട്. എൻ്റെ നമസ്കാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞാനിപ്പോൾ ഇതാ ഒന്ന് ഫ്രീ ആണ്. രാത്രി സാമ്പാറെല്ലാം ഉണ്ടായതുകൊണ്ട് പ്രത്യേകിച്ച് കുക്ക് ചെയ്യാനൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഈ ഒരു കബോർഡ് ക്ലീൻ ആക്കാമെന്ന്. പെരുന്നാൾ കഴിഞ്ഞുകൊണ്ട് തന്നെ എനിക്കില്ലേ എപ്പോഴും അങ്ങനെ ഒന്നും ആവില്ല. പെരുന്നാൾ കഴിഞ്ഞാലില്ലേ എൻ്റെ കബോർഡ് ഇങ്ങനെയാവും. ബാക്കിയുള്ള സമയമെല്ലാം ഞാനൊന്ന് ശ്രദ്ധിച്ചിട്ടാണ് എടുക്കൽ. പക്ഷെ പെരുന്നാൾ കഴിഞ്ഞാലെല്ലോ അതിലെ വിളിച്ചിടുന്നതുകൊണ്ട് അങ്ങനെ ആവും. ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് ക്ലീനാക്കി വെക്കണം. കബോർഡെല്ലാം ക്ലീനാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക സമാധാനമല്ലേ, എന്താ പറയുക, പ്രത്യേക സമാധാനമല്ലേ മനസ്സിനുണ്ടാവുക. പിന്നെ ഞാൻ വിചാരിക്കുന്നുണ്ട് കബോർഡ് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ആമസോണിൽ നിന്ന് കുറച്ച് ബോക്സും കാര്യങ്ങളെല്ലാം ഓർഗനൈസറെല്ലാം വാങ്ങണമെന്ന്. ഇൻഷാ അല്ലാ ഇതിങ്ങനെ മടക്കി വെക്കുമ്പോൾ ഇങ്ങനെ ചിന്തിക്കലാണ്. പിന്നെ ഞാനില്ലേ ഈ സൽവാർ ഐറ്റംസ് ഒന്നും മടക്കിയെടുക്കലില്ല, എല്ലാം ഹാങ് ചെയ്ത് വെക്കലാണ്. അങ്ങനെ ആകുമ്പോൾ പകുതി പണി ചുരുങ്ങും. നമ്മൾ കബോർഡ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഹാങ് ചെയ്ത് വെക്കേണ്ട ഒരു സെക്ഷന് കുറച്ച് കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ, ഇല്ലാന്നുണ്ടെങ്കിൽ അതിനായിട്ട് തന്നെ കബോർഡ് ഉണ്ടാക്കാണ്ട് സെപ്പറേറ്റ് അതിനായിട്ടൊരു റൂം ഉണ്ടാക്കുകയാണെങ്കിൽ, ഡ്രസ്സെല്ലാം വെക്കാൻ ഒരു റൂം ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ഈസി ആയിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഇങ്ങനെ ഷോക്സ് എല്ലാം വെക്കാൻ ഷോക്സ് ഹോൾഡേഴ്സ് എല്ലാം ഉണ്ടാവും. ഇതെല്ലാം ആമസോണിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു ഷോക്സ് കാണുന്നില്ല, ഒരു ഷോക്സ് അധികം അധികവും രാവിലെ പോകുമ്പോൾ അങ്ങനെയല്ലേ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങൾക്കെല്ലാം ഒരു സൊല്യൂഷനായിട്ട് മാറും കേട്ടോ. അങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ. പിന്നെ ഡ്രോയർ ഓർഗനൈസർ, അതെല്ലാം നമുക്ക് ചാവി അങ്ങനത്തെ ഐറ്റംസ് എല്ലാം വെക്കാൻ, അങ്ങനെ കാണാണ്ടായി പോകുന്ന ഐറ്റംസ് എല്ലാം വെക്കാനും നല്ലതാണ്. അതുപോലെ തന്നെ കിഡ്സിൻ്റെ കുട്ടികളുടെ ഭാഗത്ത് അവരെ ഡ്രസ്സെല്ലാം ഹാങ് ചെയ്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവരെടുക്കുമ്പം ചുളിയുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ തോർത്ത്, ബെഡ്ഷീറ്റ് കാര്യങ്ങൾക്കെല്ലാം ഓരോരോ ബോക്സ് ഓരോരോ സെക്ഷനാക്കി വെച്ച് കൊടുക്കുകയാണെങ്കിലും പണികൾ പകുതി ചുരുങ്ങും കേട്ടോ. ഇൻഷാ അല്ലാ അങ്ങനെയെല്ലാം ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. നമുക്ക് പൈസ കൊടുത്ത് വാങ്ങണമെന്ന് തന്നെ ഇല്ല. നമുക്ക് ഈ ഷൂസ് എല്ലാം വാങ്ങിക്കാനാ കിട്ടുന്ന ബോക്സ് എല്ലാം ഉണ്ടാവില്ലേ, അതെല്ലാം നമുക്കൊന്ന് മൊഞ്ചാക്കി എടുത്തിട്ട് അങ്ങനെ ചെയ്താലും അടിപൊളി തന്നെ ആയിരിക്കും. ഇൻഷാ അല്ലാ അങ്ങനെയെങ്കിലും ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ചെയ്യുകയാണെങ്കിൽ എന്തായാലും വീഡിയോ ചെയ്യാം കേട്ടോ. ഞാനിപ്പം എന്താ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം സൽവാറെല്ലാം ഉണ്ടാവില്ല, അതിൻ്റെ ഷാളും കാര്യങ്ങളെല്ലാം ഒരു ഹാങ് ചെയ്ത് അങ്ങനെ സൽവാർ അങ്ങനത്തെ ടോപ്പും കാര്യങ്ങളെല്ലാം ഹാങ് ചെയ്ത് വെക്കും. ഈ മാക്സി ഐറ്റംസ് എല്ലാം ഉണ്ടാവില്ലേ അതെല്ലാം ഇങ്ങനെ മടക്കി വെക്കും. ഷാളെല്ലാം ഷാൾ ഹോൾഡർ ഉണ്ടാവില്ലേ അതിൽ വെച്ച് കൊടുക്കും. അങ്ങനെ അബായ പർദ്ദെല്ലാം ഉണ്ടാവില്ല, പർദ്ദ വേറൊരു കബോർഡിൽ അങ്ങനെ വെച്ച് കൊടുക്കും. എനിക്കങ്ങനെ കൂടുതൽ പർദ്ദ ഐറ്റംസ് ഒന്നും ഇല്ല കേട്ടോ, കുറവ് തന്നെയാണ്. പിന്നെ നമ്മൾ ചില വീഡിയോസിലെല്ലാം കാണില്ലേ പണ്ട് മുതലേ ഉള്ള ഡ്രസ്സ്, പണ്ട് യൂസ് ചെയ്തത് അങ്ങനത്തെ ഡ്രസ്സൊന്നും എൻ്റെ കയ്യിൽ ഉണ്ടാവില്ല കേട്ടോ. എനിക്കിങ്ങനെ കുറേ ഡ്രസ്സിൽ ഇങ്ങനെ കബോർഡിൽ ഇങ്ങനെ കാണുമ്പില്ലേ, നമ്മൾ കബാട്ട് എന്നാണ് പറയൽ, കബോർഡിൽ ഇങ്ങനെ കാണുമ്പില്ലേ ടെൻഷനായിട്ട് മാറും, ഭയങ്കര ടെൻഷനായിട്ട് മാറും. ഇതെല്ലാം ആവശ്യക്കാരുണ്ടാവില്ലേ അങ്ങനെയെല്ലാം ഞാൻ ചിന്തിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ഡ്രസ്സായാലും കൂടുതലായിട്ടുള്ളതാണെങ്കിൽ ഞാനങ്ങനെ കൊടുത്തിട്ട് ഒഴിവാക്കലാണ്. പിന്നെ ഞാൻ അത്യാവശ്യം ഇപ്പം യൂസ് ചെയ്യുന്നു, ഇപ്പം വീഡിയോയും കൂടി ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അത്യാവശ്യം ഡ്രസ്സ് വേണം. അപ്പം അങ്ങനെ യൂസ് ചെയ്യുന്നത് മാത്രമേ വെക്കൂ. ബാക്കി എനിക്ക് കുറേ ഡ്രസ്സ് പ്രൊമോഷനെല്ലാം വരുത്തുന്നുണ്ട്, അതെല്ലാം ഞാനങ്ങനെ ആവശ്യക്കാർക്ക് അങ്ങനെ കൊടുക്കലാണ്. കാര്യം നമ്മൾ വെറുതെ വീട്ടിൽ വെച്ചിട്ട് അത് പഴയതാവുന്നതിലും നല്ല നമ്മൾ യൂസ് ചെയ്യില്ല. അതിങ്ങനെ കബോർഡിൽ വെച്ച് ഇങ്ങനെ പഴയതാവും, ഒരു വർഷം കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുക, പിറ്റേ വർഷം കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുക, അങ്ങനെ ആകുമ്പോൾ നമുക്ക് ടെൻഷനാവും. ഞാൻ അന്നേരം കിട്ടിക്കഴിഞ്ഞാൽ വീഡിയോ എടുത്ത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനങ്ങനെ ആവശ്യക്കാർക്ക് കൊടുത്തിട്ട് അങ്ങനെ ഒഴിവാക്കലാം. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് എനിക്ക് ഉമ്മ വാങ്ങിത്തരുന്ന ഡ്രസ്സ് ഉണ്ടാവില്ല, മധുബയിലെല്ലാം വന്നിട്ട് വരുമ്പം കൊണ്ടുവരുന്ന ഡ്രസ്സ് ഒക്കെ വാങ്ങിത്തരുന്ന ഡ്രസ്സ്, അങ്ങനത്തെ എല്ലാം ഡ്രസ്സ് ഞാൻ വാങ്ങുന്നത് ഇഷ്ടമായിട്ട് അങ്ങനത്തെ എല്ലാം ഒന്ന് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഡ്രസ്സെല്ലാം കേട്ടോ. അങ്ങനെ പിന്നെ കുറേ ഡ്രസ്സ് അങ്ങനെ സൂക്ഷിച്ച് വെക്കൽ മക്കളോട് ഞാൻ പറയും, അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുകയൊന്നും ചെയ്യില്ല, വെറുതെ നമുക്ക് മനസ്സിൽ തോന്നുന്നതാണ് കുറേ കാലം കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാമെന്നല്ല. ഞാൻ പുതിയ ഡ്രസ്സാണെങ്കിൽ അതന്നേരം തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കലുണ്ട്. എടുത്തു വെക്കുന്ന സ്വഭാവം എനിക്കില്ല. ആർക്കും വേണ്ടിക്ക് എടുത്തു വെക്കേണ്ടി, എന്തിനാ എടുത്തു വെക്കേണ്ടി അങ്ങനെ ചിന്തിക്കും ഞാൻ.
വർഷം കഴിയുന്നോറും അത് പഴകിപ്പോവും. വേണ്ടാത്തതാണെങ്കിൽ ആവശ്യക്കാർക്ക് അത് ഒരുപാട് പേര് ആവശ്യക്കാരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് അങ്ങനെ കൊടുക്കലാണ്. ഇനിയിപ്പോൾ ഇതാ കബോർഡ് ക്ലീനിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഒരു അരമണിക്കൂർ, ഒരു 20 മിനിറ്റ് അത്രയല്ലോ വേണ്ട കേട്ടോ. നമ്മൾ കബോർഡെല്ലാം ഒന്ന് സെറ്റാക്കി വെക്കാൻ നമ്മളൊന്ന് മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ വീട് മൊത്തത്തിൽ ക്ലീൻ ആക്കി വെക്കാൻ കഴിയും. അത്രയും സമയം വേണ്ട. പക്ഷേ നമ്മൾ മടി കാരണം നമുക്ക് ചെയ്യാൻ തോന്നാത്തതാണ്. ചെയ്യാത്തവരാണെങ്കിൽ ചെയ്തോക്ക്. ഇതിലിങ്ങനെ സെറ്റായിട്ട് കാണുമ്പം നല്ലൊരു ആശ്വാസമായിരിക്കും. പകുതി പണി തീർന്നു പോലെ ഫീലാവും പിറ്റേ ദിവസം. അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും. ബൈ.